രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ കിട്ടിയില്ലേ? കിട്ടി. ചോറും നിവേദ്യ പായസമൊക്കെ വേണ്ടോളം കിട്ടി. എന്നിട്ടും രണ്ടുപേർക്കും എന്താ ഒരു തെളിച്ചമില്ലാത്തത്? ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇതുവരെയും ശരിയായിട്ടില്ല. സാർ അതിനുള്ള സൗകര്യം കൂടി ചെയ്തു തരണം. താമസ സൗകര്യം കൂടി ചെയ്തു തരണോ? നല്ല കാര്യമായി പോയി. അല്ല, വാര്യരുടെ കുടുംബം നിങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തെന്ന് കേട്ടല്ലോ. ഒക്കെ ചന്ദ്രിയാമ്മ കെട്ടിയുണ്ടാക്കിയ ആ പൂമാലയുടെ കേമത്തം കൊണ്ടാ. നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്നും ഒരു സ്ഥലം ഏർപ്പെടുത്തി തരണമെന്നും വാര്യർ സാറിനോട് പറയാമായിരുന്നില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ആനുകൂല്യങ്ങളും തന്ന് ക്ഷേത്രത്തിൽ നിലനിർത്തണമെന്നാ വാര്യർ സാർ പറഞ്ഞിട്ട് പോയത്. ക്ഷേത്രത്തിലെ ഇല്ലായ്മയും വല്ലായ്മയും ഒന്നും വാര്യർ സാറിന് അറിയില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഒന്നും ക്ഷേത്ര ഭാരവാഹികൾക്കില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം നോക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ ഒരു പരാതി ഞാനിവിടെ തന്നിട്ടുള്ളതാ. മിസ്സിംഗ് ആയവരുടെ പേര് പറയൂ. മാധവൻ, ചന്ദ്രിക. യെസുച്ച വിടില്ല. സാറ് വരാൻ കുറച്ച് സമയമെടുക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ചുനേരം പുറത്ത് വെയിറ്റ് ചെയ്യും. പരാതി തന്നിട്ട് കുറച്ചുനാളായി, ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയില്ല. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞത്? വന്ദന. ആ, വന്ദനേ, പരാതി തന്നതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടാവും. വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ടാവും നിങ്ങളെ വിളിച്ചറിയിക്കാത്തത്. ഒരു കാര്യം ചെയ്യും, സൈബറിൽ കൂടി കൊടുക്കാൻ ഒരു പരാതി എഴുതി തന്നേക്ക്. പോലീസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. ആ പല വിഭാഗങ്ങളിലേക്ക് വേറെ വേറെ പരാതി കൊടുത്താലേ ഇതിനെന്തെങ്കിലും ഒരു ധാരണയാവും. പേപ്പർ എടുത്തുതരാം. ഇരിക്കും. ഇനി കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണിച്ച് ഒരു പരാതി എഴുതി തന്നേക്ക്. ഇരുന്നോളൂ. അല്ലെങ്കിൽ കുഞ്ഞൊരു കാര്യം ചെയ്യും, കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ആ വെള്ള പേപ്പറിൽ ഒരു ഒപ്പിട്ട് തന്നാ മതി. പരാതി ഞാൻ വിശദമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തു. ആ വെള്ള പേപ്പറിന്റെ അടിഭാഗത്തായി പേരെഴുതി ഒപ്പിട്ടേക്ക്. ഒന്ന് സൈബറിലും ഒന്ന് SP-ക്കും കൊടുക്കാനാ. ഒപ്പ് മാറിയെന്നും പോരുത്, കറക്റ്റ് ആയിരിക്കണം. എഴുതിക്കോളൂ. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയും. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? എങ്ങോട്ട് പോകാനാ? ഞങ്ങൾക്ക് അന്ത്യം ഉറങ്ങാൻ ഈ നാട്ടിൽ ഇടമില്ല തിരുമേനി. പാർപ്പിട സൗകര്യമൊരുക്കാൻ സാധ്യമല്ലെന്ന് സെക്രട്ടറിയും കൈമലർത്തി. ഇനി ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം തിരുമേനി മാത്രം. ഞാനോ? എന്റെ ഇല്ലം വളരെ ദൂരത്താണ് ചന്ദ്രികാമേ. ഇവിടെ അടുത്തുള്ളൊരു സ്നേഹിതന്റെ വീട്ടിൽ അതിഥിയായി കഴിയുകയാണ്. അവിടെ നിങ്ങളെ പാർപ്പിക്കാനുള്ള സൗകര്യമില്ല. ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഇല്ല തിരുമേനി, ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചവരാ ഞങ്ങള്. അതുകൊണ്ട് ആരെയും തെറ്റിദ്ധരിക്കുന്ന പ്രശ്നമേ ഇല്ല. തിരുമേനി പറയണം. തൽക്കാലത്തേക്ക് നിങ്ങൾ തന്നെ ഒരു പാർപ്പിടം കണ്ടെത്തണം.
ഏതെങ്കിലും പരിചയക്കാരെ കണ്ട് ഒരു വാടക വീട് ഏർപ്പാടാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പാവച്ചമ്മ ഈ സമയത്ത് ഗുളികയും ആഹാരമൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഉണ്ടാവണേന്നാ. ജഗനെവിടെ? നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്തായി? ഓ എന്താവന, അവരന്വേഷിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ദിവസവും വരുന്നത് പോലൊരു മാൻ മിസ്സിംഗ് കേസ്. നമ്മുടെ വികാരം അവർക്കുണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും തെറ്റാ. അച്ഛമ്മേ, ഈ ഏട്ടത്തി അച്ഛമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്താ അച്ഛമ്മേ പറഞ്ഞത്? ഇങ്ങനെ കൈ തടവാനും തൈലം ഇട്ട് തരാനും സമയാസമയത്ത് ഗുളികയും ആഹാരമൊക്കെ തരാനും അധിക നാള് ഞാൻ ഉണ്ടാവില്ലെന്ന് അച്ഛമ്മയോട് പറഞ്ഞതാ. പ്രകാശേട്ടൻ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ അച്ഛമ്മയെ ഞാൻ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയേനെ, പൊന്നുപോലെ നോക്കിയേനെ. അച്ഛമ്മ പേടിക്കണ്ട. സുചിത്രടുത്തി പുതിയ വീട്ടിലേക്ക് മാറിയാലും അച്ഛമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും അവിടെ. അച്ഛനും അമ്മയും തിരികെ വന്നിട്ടേ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകുന്നുള്ളൂ. പോരെ?